ബ്ലാക്ക് ഹോളുകളെപ്പറ്റി കേൾക്കാത്തവരാരുമുണ്ടാകില്ല അല്ലേ? പക്ഷെ നമ്മൾ കേട്ട പല കാര്യങ്ങളിലും കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ കെട്ടുകഥകളൊക്കെ ഒന്ന് മാറ്റി എന്താണ് ബ്ലാക്ക് ഹോളുകളുടെ യഥാർത്ഥ സത്യമെന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ബ്ലാക്ക് ഹോളുകളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുള്ള 4 വലിയ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. ഒന്നാമത്തേത്, ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എല്ലാ ബ്ലാക്ക് ഹോളുകളും ഭയങ്കര വലുതാണെന്നുള്ള ധാരണയാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ മിക്ക ബ്ലാക്ക് ഹോളുകളും വളരെ ചെറുതാണ്. ചിലതൊക്കെ നമ്മുടെ ചന്ദ്രനേക്കാളും ചെറുതായിരിക്കും. രണ്ടാമത്തെ തെറ്റിദ്ധാരണ ബ്ലാക്ക് ഹോളുകൾക്ക് ഭീമമായ പിണ്ഡം, അതായത് മാസ് ഉണ്ടാവുമെന്നതാണ്. പക്ഷെ ശരിക്കും പിണ്ഡം എത്രയുണ്ട് എന്നതിനേക്കാൾ പ്രധാനം ആ പിണ്ഡത്തെ എത്ര ചെറിയൊരു സ്ഥലത്തേക്ക് ഒതുക്കിയിരിക്കുന്നു എന്നതിലാണ്. അതായത് പിണ്ഡമല്ല, സാന്ദ്രതയാണ് ഇവിടത്തെ പ്രധാന താരം. മൂന്നാമത്തെ കാര്യം ബ്ലാക്ക് ഹോളിന്റെ സാന്ദ്രത അനന്തമാണ്, ഇൻഫിനിറ്റാണ് എന്നുള്ളതാണ്. അതും പൂർണ്ണമായും ശരിയല്ല. അതിന്റെ ഒത്ത നടുക്കുള്ള സിംഗുലാരിറ്റി എന്ന പോയിന്റിൽ മാത്രമാണ് ആ ഒരു ഇൻഫിനിറ്റ് ഡെൻസിറ്റി വരുന്നത്. സത്യം പറഞ്ഞാൽ ചില സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുടെ ശരാശരി സാന്ദ്രത നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിനേക്കാൾ കുറവാണ്. ഇനി അവസാനത്തേത്, ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിലെ വാക്യൂം ക്ലീനറുകളാണ്, മുന്നിൽ കാണുന്നതെല്ലാം വലിച്ചെടുക്കും എന്നുള്ള ധാരണ. അതും തെറ്റാണ്. ഒരു പ്രത്യേക അതിർത്തി കടന്ന് അതിന്റെ വളരെ അടുത്തേക്ക് പോയാൽ മാത്രമേ ആ ഒരു ഭീകരമായ ഗ്രാവിറ്റി നമ്മളെ പിടികൂടുകയുള്ളൂ. അപ്പോ എന്തൊക്കെയാണ് ബ്ലാക്ക് ഹോളുകൾ എന്നതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്ന് നമ്മൾ കണ്ടു. ഇനി അവ ശരിക്കും എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണൊരു ബ്ലാക്ക് ഹോൾ? ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതൊരു നക്ഷത്രത്തെയോ ഗ്രഹത്തെയോ പോലുള്ളൊരു വസ്തു അല്ല എന്നുള്ളതാണ്. അതിനെ ബഹിരാകാശത്തിലെ ഒരു പ്രത്യേക സ്ഥലം എന്നു പറയുന്നതാണ് കൂടുതൽ ശരി. ഈ സ്ഥലത്തിന് ഒരു അതിരുണ്ട്. അതിനെയാണ് നമ്മൾ ഇവന്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. അതായത് പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ആ അതിർത്തി കടന്നാൽ പിന്നെ എന്തിന് പ്രകാശത്തിനു പോലും തിരികെ വരാൻ സാധിക്കില്ല. ഈ പറഞ്ഞ സ്ഥലത്തിന്റെ ഒത്ത നടുക്ക് ആ ബ്ലാക്ക് ഹോളിന്റെ മുഴുവൻ പിണ്ഡവും ഒരൊറ്റ പോയിന്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടാവും. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ശരി, ഇത്രയും എക്സ്ട്രീമായിട്ടുള്ളൊരിടം ബഹിരാകാശത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പിന്നിലെ ആശയം വളരെ സിമ്പിളാണ്. ഒരുപാട് പിണ്ഡമുള്ള ഒരു വസ്തുവിനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ചെറിയൊരു സ്ഥലത്തേക്ക് ഞെക്കി ഒതുക്കുക. അപ്പോ അവിടെ അതിശക്തമായ ഒരു ഗ്രാവിറ്റി ഉണ്ടാകും. അപ്പോ ഇതെത്രത്തോളം ഞെരുക്കണം എന്നറിയാമോ? നമ്മളെ ഈ ഭൂമിയെ ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റണമെങ്കിൽ അതിനെ ഒരു ഗോലിയുടെ വലിപ്പത്തിലേക്ക് ഞെക്കി ഒതുക്കേണ്ടി വരും. അത്രയ്ക്കും ചെറുതാക്കണം. ഇത് ചുമ്മാ അങ്ങ് സംഭവിക്കുന്നതല്ല. ഇതൊരു വലിയ കോസ്മിക് പ്രോസസ്സിന്റെ ഭാഗമാണ്. ഒരു വലിയ നക്ഷത്രം അതിന്റെ ആയുസ് മുഴുവൻ കത്തിത്തീരുമ്പോൾ അതിന്റെ സ്വന്തം ഗ്രാവിറ്റി കാരണം അതുള്ളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങും. ആ തകർച്ചയുടെ അവസാനമാണ് ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നത്. ഇനി നമ്മൾ വരുന്നത് ഫിസിക്സിലെ തന്നെ ഏറ്റവും വലിയൊരു ചോദ്യത്തിലേക്കാണ്. നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ഗ്രാവിറ്റിക്ക് പിണ്ഡം, അതായത് മാസ് വേണമെന്നാണല്ലേ? അപ്പോ പിന്നെ മാസില്ലാത്ത ലൈറ്റിനെ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോൾ പിടിച്ചുവെക്കുന്നത്? ഇതിന് 2 തരത്തിൽ ഉത്തരം പറയാം. പഴയ ഫിസിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തു കടക്കാൻ പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗത വേണം. അത് സാധ്യമല്ലാത്തതുകൊണ്ട് പ്രകാശം അവിടെ കുടുങ്ങുന്നു. എന്നാൽ ഐൻസ്റ്റൈന്റെ തിയറി പറയുന്നത് കുറച്ചുകൂടി രസകരമായൊരു കാര്യമാണ്. പിണ്ഡമുള്ള വസ്തുക്കൾ സ്പേസിനെ തന്നെ വളയ്ക്കും. ബ്ലാക്ക് ഹോളുകൾ ഈ വളവ് അതിഭീകരമാക്കുന്നു. അതുകൊണ്ട് ആ വളഞ്ഞ വഴിയിലൂടെ പോകുന്ന പ്രകാശം സ്വാഭാവികമായും ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് തന്നെ ചെന്നെത്തുന്നു. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആ വാക്യൂം ക്ലീനർ എന്ന തെറ്റിദ്ധാരണയിലേക്ക് ഒന്നുകൂടി വരാം. ഈ ഒരു ഉദാഹരണം കേട്ടുനോക്കൂ. നമ്മുടെ സൂര്യൻ ഇപ്പോഴിരിക്കുന്ന സ്ഥാനത്ത് അതേ പിണ്ഡമുള്ള ഒരു ബ്ലാക്ക് ഹോൾ വന്നാൽ ഭൂമി ഇപ്പോഴുള്ള അതേ ഓർബിറ്റിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു മാറ്റവുമുണ്ടാകില്ല. ഇതിനർത്ഥം ഗ്രാവിറ്റിക്ക് പിണ്ഡവും ദൂരവുമാണ് പ്രധാനം, അതൊരു ബ്ലാക്ക് ഹോൾ ആണോ എന്നതല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹോളിന് ഇത്ര ഭീകരമായ ഗ്രാവിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്? കാരണം അതിന്റെ പിണ്ഡം മുഴുവൻ ഒരു ചെറിയ പോയിന്റിൽ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കതിന്റെ പിണ്ഡകേന്ദ്രത്തിലേക്ക് ഒരുപാടടുത്ത് ചെല്ലാൻ പറ്റും. അത്രയും അടുത്ത് ചെല്ലുമ്പോഴാണ് ആ ഭീകരമായ ആകർഷണശക്തി അനുഭവപ്പെടുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് സാധാരണ ഒരു നക്ഷത്രത്തെ പോലെ തന്നെയാണ്. അപ്പോ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലേക്കാണ്. ഒരു ബ്ലാക്ക് ഹോളിന്റെ കേന്ദ്രത്തിൽ നമുക്കറിയാവുന്ന ഫിസിക്സിലെ ഒരു നിയമവും പ്രവർത്തിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ സിംഗുലാരിറ്റിയിലെ യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഉള്ളത്?
ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ ഒരു അതിരാണ്. അതിനപ്പുറം എന്താണെന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ നിഗൂഢത.